ഹായ് വെൽക്കം ബാക്ക് മൈ ബിൽക്കി ബിലാപ്പീസ്. വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ് വൺസ് അഗെയിൻ. ആദ്യമായി ഞാൻ നിങ്ങളോട് എൻ്റെ നന്ദി പറയാണ്. വേറൊന്നുമല്ല, ഞാനിട്ട എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനി അങ്ങോട്ടും ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തന്ന വാക്കനുസരിച്ച് ഞാൻ തന്നെ എൻ്റെ ആദ്യത്തെ റിവ്യൂവുമായിട്ട് വന്നിരിക്കുകയാണ്. ഐ നോബഡി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാജുവേട്ടൻ അഭിനയിച്ച ഐ നോബഡി, ഡയറക്റ്റഡ് ബൈ നിസാം ബഷീർ. ആളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെയ്തു വച്ചിരിക്കുന്ന 2 പടങ്ങൾ നല്ല കിടിലൻ പടങ്ങളാണ്. റോഷാക്കും അതുപോലെ തന്നെ കെട്ടുള്ള എൻ്റെ മാലാക. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സമീർ അബ്ദുൾ, റോഷാക്കിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പിന്നെ മ്യൂസിക് ജേക്സ് ബിജോയ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിഷ്യൻ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് തന്നെ പറയാം. അതുപോലെ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാജുവേട്ടൻ, പാർവതി തിരുവോത്ത്, ഹക്കീം ഷാ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ പടത്തിലുണ്ട്. ഇനി പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ നിസാം ബഷീർ, സമീർ അബ്ദുൾ, ജേക്സ് ബിജോയ്, പൃഥ്വിരാജ്, ഈ ഒരു കോംബോ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു തരത്തിലും മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും. ഇപ്പോൾ ഡയറക്ഷനൊക്കെ ഒരു ഓക്കെ ഡയറക്ഷനായിരുന്നു. ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും പ്രേക്ഷകനെ എക്സൈറ്റഡ് ആയിരിക്കാനായിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് പേഴ്സണലായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫൊക്കെ വളരെ വളരെ പരിതാപകരമായിരുന്നു. അതുപോലെ തന്നെ പടത്തിലുടനീളം ലോജിക്കില്ലായ്മ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു കൊച്ചു കേരളത്തിൽ അതും പട്ടാപ്പകൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ പലവട്ടം ഇങ്ങനെ ആലോചിച്ച് പോകും. അതുപോലത്തെ ഇല്ലോജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ടായിരുന്നു. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക്, അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ ഒരു ഹിന്ദി, ഇംഗ്ലീഷ് ആ ഒരു വൈബിലൊക്കെ പിടിച്ചിരുന്നത്. ബി ജി എമ്മും സോങ്സൊക്കെ അതൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവസാനം ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ആൾ മലയാളത്തിലേക്കൊന്ന് കൺവേർട്ട് ആവുന്നത്. അതും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ചില സീൻസിലൊക്കെ നല്ല രീതിയിൽ ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2.25 മണിക്കൂർ ഡ്യൂറേഷനുള്ളൊരു പടത്തിൽ ഈ പ്രേക്ഷകനെ പിടിച്ചിരുത്താനായിട്ടുള്ള ഒന്നും തന്നെ ഈ പടത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതൊരു ഹേസ്റ്റ് ത്രില്ലറൊന്നുമല്ല, ഒരിക്കലുമല്ല. ഇതൊരു ഹേസ്റ്റിൻ്റെ ഇടയിലൊരു കോമൺ മാൻ വന്ന് പെടുന്നതും അതുകൊണ്ട് ആൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുന്നു, എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു, ഇതാണ് ഈ ഒരു പടത്തിൻ്റെ തീം. പക്ഷേ ഒരു തരത്തിലും ഒരു സീറ്റ് അടിച്ച ത്രില്ലറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകനെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് ഇരുത്താനായിട്ടുള്ളൊന്നും തന്നെ ഈ പടത്തിൽ നടന്നില്ല. ഈവൻ ഫൈറ്റ്സ് ആയാൽ പോലും എല്ലാം ഒരു എന്താ പറയുക, റിയലിസ്റ്റിക് ആക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഒരു കോമൺ മാൻ നമ്മൾ ചിന്തിക്കും, ഒരു കോമൺ മാൻ, ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു കോമൺ മാൻ ഫൈറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും ചില സമയത്തൊരു ഫൈറ്റ് കാണുമ്പോൾ. അത് ഒരു പക്ഷേ നായകൻ്റെ പാസ്റ്റൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം മുമ്പ് വല്ല ഒരു കോളേജിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബോക്സിങ് ചാമ്പ്യനോ അല്ലാന്നുണ്ടെങ്കിൽ ഗുസ്തിക്കാരനൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമുക്കിത് ഒഴിവാക്കി വിടാം. പക്ഷെ എന്നാലും നമുക്ക് തോന്നും ഒരു കോമൺ മാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കും, ഇത്രയും അധികം ആൾക്കാരൊക്കെ ആയിട്ട് ഫൈറ്റ് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോവും. അതൊക്കെ വിട്ടുകളയുക. അതുപോലെ തന്നെ ഈ പട്ടാപ്പകൽ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെ പെരുമാറുമോ, ഒരാൾക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പം അങ്ങനെ ഇല്ലോജിക്കലായിട്ടുള്ള കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ചുമ്മാ പോയിരുന്ന് കണ്ടുപോരാം. ഒരു ബിലോ ആവറേജ് ടു ഒരു ആവറേജ് വാച്ച്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ പെർഫോമൻസ് വൈസ് ആയാലും പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആൾ ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. കൂടെ പാർവതി തിരുവോത്തായാലും ആൾക്ക് കൊടുത്തുള്ള ആ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വേറെ ആർക്കും അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ളൊരു സ്കോപ്പൊന്നും ഈ പടത്തിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.25 മണിക്കൂർ സമയം നമുക്ക് കളയാനുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പോവുക, വെറുതെ പോയി പടം കണ്ട് പോരാ. അതിനപ്പുറത്തേക്ക് നമുക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒന്നും തന്നെ ഈ പടത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വൺ ടൈം വാച്ച്, അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവർക്കും ഇതുപോലെ തോന്നണമെന്നില്ല. അപ്പോൾ എല്ലാവരും പോയിട്ട് പടം കാണുക. നിങ്ങൾ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അതുപോലെ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ഇനി അങ്ങോട്ടും എപ്പോഴും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും
സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്ന വഴിക്ക് അതുവരെ സൈനിങ് ഓഫ് കാൻഡിൽമാൻ റിവ്യൂസ്.